ആണവോർജ ഏജൻസി പരിശോധന അനുവദിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസമാണ് IAEA ഇസ്രായേൽ ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന യുദ്ധത്തോടനുബന്ധിച്ച് തകർന്നു എന്ന് പറയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങൾ പരിശോധന നടത്തി UN റിപ്പോർട്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഇതിന് പ്രതികരിച്ചുകൊണ്ട് ഇറാൻ അവരുടെ നിലപാട് കൃത്യമായി പറഞ്ഞു. തങ്ങളൊരിക്കലും IAEA എന്ന് പറയുന്ന ഏജൻസി സംവിധാനത്തിന് തങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭാഗം അന്വേഷണത്തിന് വിധേയമാക്കാൻ അനുവദിക്കില്ലെന്നും യഥാർത്ഥത്തിൽ അവർ UN ഏജൻസി ആയിട്ടല്ല അമേരിക്കയുടെ ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മേഖലയിലുള്ള തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലവും അതിൻ്റെ സംവിധാനങ്ങളും ഒറ്റുകൊടുക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് അവർ നീങ്ങുക എന്ന് ഏറെക്കുറെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളൊരിക്കലും മറ്റ് ഏതൊരു ഏജൻസിക്കും തങ്ങളുടെ മേഖലയിൽ അന്വേഷണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള തങ്ങളുടെ പ്രഖ്യാപിതമായിരിക്കുന്ന ലക്ഷ്യം മാറ്റാൻ തയ്യാറല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇതോടുകൂടി UN തന്നെ വെട്ടിലായിരിക്കുകയാണ്. കാര്യം ഇറാൻ പറഞ്ഞതിന് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗം മീഡിയകൾ റിപ്പോർട്ടാക്കി പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും തുല്യ രീതിയിൽ ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണം ഉണ്ടായ സമയത്ത് IAEA പ്രധാനികൾ ഇറാനിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയായിരുന്നു. എന്നാൽ അവർ യാതൊരു തരത്തിലും അതിനെ പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത തെറ്റുകൾ തെറ്റാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്ന് തന്നെ ഇറാൻ്റെ ആരോപണം. പിന്നീട് ഇപ്പോൾ ഈ ഒരു നിലപാടുമായി IAEA മുന്നോട്ട് വരുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാനാണ് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഒരു തരത്തിലും തങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക പോലെയുള്ള ശത്രു രാജ്യത്തിന് നൽകാൻ വേണ്ടി തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതിന് ഒരു സംവിധാനത്തെയും ഒരു ഏജൻസിനെയും തങ്ങൾ അംഗീകരിക്കില്ലെന്നും കൃത്യതയോടുകൂടി തന്നെ ഇറാൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഇതോടെ അമേരിക്ക യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാര്യം സർവ്വ മേഖലയിലും സൈനികമായ രീതിയിൽ ഇറാൻ ശക്തി സംഭരിക്കുകയാണ്. അതിൻ്റെ ഓരോരോ മേഖലാ പ്രവർത്തന ഭാഗം നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യുദ്ധം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ അടിത്തറ പോലും ഇളക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ആയുധപരമായും സായുധപരമായും സാമ്പത്തികമായും ഇറാൻ ഒരുക്കൂട്ടിയിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകുന്ന കാര്യമാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഒരു സൈനിക ബേസും സുരക്ഷിതമല്ല എന്ന് ഇറാൻ്റെ പല സമീപനത്തിലും നിലപാടിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തോടുകൂടി മുന ഒടിഞ്ഞ് മൂലക്കലിരിക്കും എന്നാണ് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടിയത് ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ. എന്നാൽ തിരിച്ചടി മറ്റൊരു തരത്തിലായിരുന്നു. പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, കനത്ത രീതിയിലുള്ള തിരിച്ചടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദയനീയ അവസ്ഥ ഇസ്രായേലിനുണ്ടായപ്പോഴാണ് വെടിനിർത്തൽ വേണമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് പറഞ്ഞത്. ചെറിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഇറാൻ തുടരുകയാണ്. തീർച്ചയായിട്ടും വലിയ നാശനഷ്ടങ്ങൾ ഇനിയും ഇസ്രായേലിനുണ്ടാവും. ആയതിനാൽ ഈ യുദ്ധം വിരാമം ഉണ്ടാവണം, അവസാനിക്കണം എന്ന തരത്തിൽ. അതിനുശേഷം അതിനോടനുബന്ധിച്ച് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. അമേരിക്ക ഇറാൻ ആക്രമിച്ചതോടുകൂടി പിന്നീട് ഒരിക്കലും തിരിച്ചടി ഉണ്ടാവില്ലെന്ന് അമേരിക്കയും കണക്ക് കൂട്ടി. പക്ഷേ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തിയതോടുകൂടി ഈ മേഖലയിൽ തങ്ങൾ സുരക്ഷിതരല്ലെന്ന് ബോധ്യം അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം നടന്നിരിക്കുന്ന പല രാഷ്ട്രീയപരമായിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ വീണ്ടും ശക്തി സംഭരിക്കുന്നു എന്നുള്ളതും റഷ്യയും ചൈനയും വലിയ രീതിയിൽ സഹായം നൽകുന്നു എന്നുള്ളതും ആണവായുധം യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോകാടിസ്ഥാനത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ബോധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സൈനികപരമായിരിക്കുന്ന ബലക്ഷ്യം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. നേരിട്ടൊരു യുദ്ധത്തിന് അമേരിക്കയ്ക്ക് ധൈര്യമില്ല. അങ്ങനെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേലിനും ധൈര്യമില്ല.
പിന്നീടുള്ള വഴി ഏറ്റവും ഷോർട്ടായിരിക്കുന്ന മാർഗ്ഗത്തിലൂടെ അവരെ ആക്രമിക്കുക, അല്ലെങ്കിൽ അവരെ സൈനികപരമായിരിക്കുന്ന ബലം ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അവരിപ്പോൾ ചെയ്യുന്ന കാര്യം. IAEA ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഉണ്ടായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. ആ വിവരശേഖരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ IAEA ഇറാനോട് ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് സന്ദർശനം നടത്തിക്കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊരു പഠനം നടത്താൻ റിപ്പോർട്ട് UN സഭയ്ക്ക് നൽകണം എന്ന കാര്യത്തിലൊക്കെ. അതിന് ഇറാൻ വളരെ കൃത്യതയോട് മറുപടി പറഞ്ഞു, ഒരിക്കലും അത് അനുവദിക്കില്ല, അത് ആഗ്രഹം പോവണിയില്ല, തങ്ങളുടെ ദേശത്തേക്ക് മറ്റൊരു വിദേശ ശക്തിയെ എത്തിപ്പെടാൻ അനുവദിക്കില്ല. തങ്ങളുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന പ്രവൃത്തിയാണ് IAEA ചെയ്തത്. അമേരിക്കയുടെ ഏജൻറ്റാണ്, UN-ൻ്റെ ഏജൻ്റ് അല്ല. അതുകൊണ്ട് തങ്ങൾക്ക് അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞതോടുകൂടി അത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ശക്തി സംഭരിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ പോലും സാരമായിട്ട് ബാധിക്കും. ലോകാടിസ്ഥാനത്തിൽ തങ്ങളുടെ ഈ വീരപരിവേഷങ്ങളൊന്നും ഇപ്പോൾ മുൻപത്തെ പോലെ വില പോകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളും ഒരുപാട് ഉദാഹരണങ്ങളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ മാത്രമാണ് ഈ മേഖലയിൽ ഏക ഭീഷണി. 59-60ഓളം മുസ്ലിം രാജ്യങ്ങളിൽ ഒരു ഇറാൻ മാത്രമാണ് അമേരിക്കയുമായി നേർക്കുനേരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കും